അപ്പം നമ്മുടെ ഇതാ കടുക് വറുത്ത് നമ്മൾ കാലിലേക്ക് ചേർത്ത് കേട്ടോ, രസകാലിലേക്ക്. അപ്പോൾ എങ്ങനെയുണ്ട് ഉണ്ടാക്കി കണ്ടപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ഗുരുവായൂർ പോകുമ്പോൾ നമുക്ക് അവിടുത്തെ പ്രസാദ ഊട്ടിൻ്റെ ഒപ്പം കഴിക്കാം, അല്ലാതെ നമുക്ക് വീട്ടിലും ഇതുപോലെ ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, ഉത്തരാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു കാളനോ പുളിശ്ശേരിയോ ആണോ ചോദിച്ചാൽ ആണ്, എന്നാലോ അല്ല. അപ്പോൾ അതെന്താണെന്നല്ലേ, നമ്മൾ ഗുരുവായൂരൊക്കെ പോകുമ്പോൾ കഴിക്കുന്ന ഒരു അവിടുത്തെ പ്രസാദ ഊട്ടിന് കഴിക്കുന്ന ഒരു അമ്പലത്തിലെ പ്രസാദം ഊട്ട് കഴിക്കില്ലേ, അപ്പോൾ കിട്ടില്ലേ രസകാളൻ, അതാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അവിടുത്തെ അത്ര ടേസ്റ്റൊന്നും ഇല്ലെങ്കിലും നമ്മൾ നമ്മളുടേതായ രീതിയിൽ ഉണ്ടാക്കി. ഒരു കഷ്ണം മത്തങ്ങയും ഒരു കഷ്ണം കുമ്പളങ്ങയും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ മത്തങ്ങയും കുമ്പളങ്ങയും മാത്രം വേണമെന്നില്ല, ഏത് പച്ചക്കറി നമ്മുടെ കയ്യിലുണ്ടോ, കായോ മുരിങ്ങക്കായോ അങ്ങനെ എന്ത് വെച്ചും ചേന എന്ത് വെച്ച് വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇവിടെ മത്തങ്ങയും കുമ്പളങ്ങയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാനത് ഓരോ ബൗള് എടുത്തിട്ടുണ്ട് കേട്ടോ, കട്ട് ചെയ്തിട്ട്. പിന്നെ ഇത്ര പോന്നിട്ട് അതായത് ഒരു വലിയ നെല്ലിക്കയുടെ വലിപ്പമുള്ളൊരു പുളി എടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു കപ്പ് നാളികേരം, വലിയ പച്ചമുളകാണെങ്കിൽ 2 എണ്ണം, ഇത് ചെറുതായതുകൊണ്ട് ഞാൻ 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ വറുത്തിടാൻ കടുക്, മുളക്, കരുവേപ്പില. പിന്നെ നമ്മൾ ഇതിനൊരു മസാലക്കൂട്ട് ഉണ്ടാക്കണം, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. ഉലുവ 1 ടീസ്പൂൺ കുരുമുളക്, 2-3 വറ്റൽമുളക്, ഒരു 1/2 ടീസ്പൂൺ അരി. ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ചൂടായാലും നമുക്ക് ഈ മുളകും അരിയും ഉലുവയും കുരുമുളകും കൂടെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചാൽ നല്ല ഫൈൻ പൗഡറൊന്നും ആവണ്ട, കുറച്ചൊരു തരിതരിപ്പായി പൊടിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അരിയും ഉലുവയും കുരുമുളകും മുളകും വറുത്തത് തണുത്തു. നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം, എന്നിട്ട് നമുക്കിത് വേവിക്കാൻ വെക്കാം കേട്ടോ. കുമ്പളങ്ങയും മത്തങ്ങയും എല്ലാം ഈ പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും ഉപ്പും എല്ലാം ചേർത്ത് വേവിക്കാം. അപ്പോൾ ഈ കുമ്പളങ്ങയും മത്തങ്ങയും ചേർത്തതിലേക്ക് പുളിവെള്ളം ഒഴിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ കാളനും പുളിശ്ശേരിയിൽ നിന്നും വ്യത്യസ്തമാക്കേണ്ടത് കേട്ടോ. നമ്മൾ കാളനിൽ ജീരകം ചേർക്കും, ഇതിൽ ജീരകം ചേർക്കുന്നില്ല. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഉപ്പ് നമുക്ക് നോക്കിയിട്ട് ഇനി വേറെ ചേർക്കാം. ഇനി നമുക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇത് വെന്ത് കിട്ടാനുള്ള വെള്ളം ഒഴിക്കാം. ഇത് വേവണ നേരം കൊണ്ട് നമുക്ക് നാളികേരം അരച്ച് വരാം. പൊടിച്ച് വെച്ചില്ലേ, ഇത്രയും ഞാൻ ആക്കിയിട്ടില്ല, ഇനിയിപ്പോൾ ഇതിൻ്റെ ഒപ്പം അരഞ്ഞോളും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് പച്ചമുളകും നാളികേരവും ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. ഒന്ന് ക്രഷ് ചെയ്ത ശേഷം നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് മത്തങ്ങയും കുമ്പളങ്ങയും നമുക്ക് വെന്തിട്ടുണ്ടോ നോക്കാം കേട്ടോ. കുമ്പളങ്ങയ്ക്കാണ് വേവ് കൂടുതൽ, മത്തങ്ങ പെട്ടെന്ന് വേവും, കൂടെ വേഗം വേവും. ഉണ്ട് മത്തങ്ങ നമുക്ക് നോക്കാം, എന്തായാലും വേവും ഉറപ്പാണ്. മത്തങ്ങയും കുമ്പളങ്ങയും വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ഈ കാളൻ പുളിശ്ശേരിയും രസകാളനും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ, രസകാളൻ എന്ന് പറയാൻ തന്നെ കാരണം ഇതിൽ നമ്മൾ പുളി ചേർക്കുന്നുണ്ടല്ലോ. നമ്മൾ സാധാരണ കാളനിലും പുളിശ്ശേരിയിലൊന്നും പുളി ചേർക്കില്ല അല്ലേ, ഇതിൽ പുളി ചേർക്കും. പിന്നെ ജീരകം ചേർക്കില്ല, അതും പ്രത്യേകം ഓർക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ല തിള വന്നു കഴിഞ്ഞാൽ, ഈ നാളികേരം കൂട്ടി തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്തിട്ട് നമ്മൾ തൈരല്ല ചേർക്കണേ, തൈരിന് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഒന്ന് പൾസ് ചെയ്തിട്ട് അത് ചേർക്കും, അത് മോരായിട്ട് ചേർക്കും. അപ്പോൾ അത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ
ഇപ്പം നമ്മുടെ ഇത് തിള വന്നില്ലേ, ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മോര് ചേർക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ തൈരിന് ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെയാണ് മിക്സിയിലിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടാണ് ഈ മോര് ചേർക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഒന്ന് അടച്ച് വയ്ക്കാം. എന്നിട്ട് നമുക്കിതിന് വറുത്തിടാം കേട്ടോ, കടുക് വറുത്തിടാം. ഞാൻ ഇതിലൊരു കാര്യം ഇടാൻ വിട്ടുപോയി. നമ്മളൊരു 1.5 സ്പൂൺ ശർക്കരപ്പൊടി കൂടെ ചേർക്കണം കേട്ടോ. കാരണം നമ്മളിപ്പോൾ പുളിയും ഒക്കെ ചേർത്തിട്ടുള്ളതല്ലേ, അപ്പോൾ അതെല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശർക്കരപ്പൊടി ചേർക്കുന്നത് കേട്ടോ. അത് ഞാൻ ഓർമ്മയില്ല, ഇട്ടുപോയതാണ് കേട്ടോ, സോറി, ക്ഷമിക്കണേ. അതിനുള്ള വറവിടാം കേട്ടോ. അതിന് വേണ്ടി ഒരു 1.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിന് നമ്മൾ സാധാരണ നമ്മൾ കാളനൊക്കെ നമ്മൾ ഉലുവ കൂടെ വറുത്തിടും അല്ലേ. ഇതിപ്പോൾ നമ്മൾ ഉലുവ ആദ്യം ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ ഇനിയിപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കടുകും മുളകും കറിവേപ്പിലയും കൂടെ വറുത്തിടാം കേട്ടോ. അപ്പം നമ്മുടെ ഇതാ കടുക് വറുത്ത് നമ്മൾ കാളിലേക്ക് ചേർത്ത് കേട്ടോ, രസകാളിലേക്ക്. അപ്പോൾ എങ്ങനെയുണ്ട് ഉണ്ടാക്കി കണ്ടപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ഗുരുവായൂർ പോകുമ്പോൾ നമുക്ക് അവിടുത്തെ പ്രസാദ വീട്ടിൻ്റെ ഒപ്പം കഴിക്കാം. അല്ലാതെ നമുക്ക് വീട്ടിലും ഇതുപോലെ ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പം നമുക്ക് നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, ബൈ.